നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 28 വേഴ്സ് 17. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. ഹൗ ഓസം ഈസ് ദിസ് പ്ലേസ്! This is none other than the house of God, and this is the gateway of heaven. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദകരമായിരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനി, അഭിവന്യ മക്കാറിയോസ് തിരുമേനി, ആദരണീയരായ വികാരി ജനറൽ അച്ഛന്മാരുൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. കോഴിക്കോട് സെൻറ്റ് പോൾസ് മാർത്തോമ ഇടവകയുടെ പുതിയ ദേവാലയ പ്രതിഷ്ഠയെ തുടർന്ന് അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്ന ഈ വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തമ്പുരാൻ ഒരുക്കിയ ഈ അസുലഭ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും വചന ശുശ്രൂഷയ്ക്ക് അവസരം ലഭിച്ചതിൽ ദൈവസന്നിധിയിലുള്ള സന്തോഷവും അഭിവന്യ തിരുമേനിയോടുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. 225 കുടുംബങ്ങളുടെ പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള സ്വപ്നം സാധ്യമാക്കിയ ദൈവത്തെ സ്തുതിക്കുകയും ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ദൈവാലയം ദൈവ മനുഷ്യ സംസർഗത്തിൻ്റെ ഇടമാണ്. ഒരു ഭക്തൻ ഇപ്രകാരം ആരാധനാലയത്തെ നിർവചിച്ചു: എ വർഷിപ്പ് പ്ലേസ് ഈസ് വെയർ ഹെവൻ ടച്ചസ് എർത്ത്, വെയർ ഹ്യൂമൻ വൾണറബിലിറ്റി മീറ്റ്സ് ഡിവൈൻ ഗ്രേസ്, where scattered lives are gathered into one body before God. സ്വർഗവും ഭൂമിയും സമ്മേളിക്കുന്ന മനുഷ്യ ബലഹീനതയും ദൈവകൃപയും ഒരുമിച്ച് ചേരുന്ന ചിതറിക്കപ്പെട്ടവരെ ദൈവം മുൻപാകെ ഒരു ശരീരത്തിൻ്റെ അംശികൾ എന്ന നിലയിൽ കൂട്ടിച്ചേർക്കുന്ന ഇടമാണ് ദൈവാലയം. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുന്ന അവസരത്തിൽ ആലയ സംബന്ധമായ അനവധി ദർശനങ്ങൾ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. പഴയ നിയമത്തിൽ ആലയമില്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദെയർ വാസ് എ ടൈം വെൻ ദെയർ വാസ് നോ ടെമ്പിൾ. എന്നാൽ പിന്നീട് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വർഷിപ്പിൻ്റെ വളർച്ച, ഡെസിഗ്നേറ്റഡ് പ്ലേസിൽ ദൈവത്തെ ആരാധിക്കുന്നതായിട്ടുള്ള സമ്പ്രദായം പുതിയ നിയമത്തിലേക്ക് വരുന്ന അവസരത്തിൽ അതിലൊക്കെ ഉപരിയായി നമ്മെ പഠിപ്പിക്കുന്നു, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ദൈവജനമാണ് ദൈവത്തിൻ്റെ ആലയം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. വെളിപാട് പുസ്തകത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, സേക്രഡ് പ്ലേസ് എന്നുള്ളതിലുപരി ഒരു സേക്രഡ് പ്രസൻസിലേക്ക്, വലിയ ഒരു അർത്ഥതലത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇന്ന് വായിച്ചതായിട്ടുള്ള വേദവാക്യം ഉൽപ്പത്തി പുസ്തകം 28:17. യാക്കോബിൻ്റെ ജീവിതത്തിൽ ആലയ സംബന്ധമായിട്ടുള്ള ഒരു ദർശനമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. യാക്കോബിൻ്റെ ഒരു സാക്ഷ്യം. തൻ്റെ ജീവിതത്തിൻ്റെ വ്യഥകളുടെ മധ്യത്തിൽ ദൈവദർശനം ലഭിക്കുന്ന അവസരത്തിൽ യാക്കോബ് സാക്ഷിക്കുന്നതായിട്ടുള്ള സാക്ഷ്യവാചകമാണ്: ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. ഏത് ആലയത്തെ സംബന്ധിച്ചും ഏത് ആരാധന ഇടത്തെ സംബന്ധിച്ചും ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഒരു സാക്ഷ്യവാക്യമായിട്ട് ഇതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യാക്കോബിൻ്റെ സഞ്ചാര വഴികളിൽ വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ബെർശബയിൽ നിന്ന് ഹാരാനിലേക്ക് യാക്കോബ് യാത്ര ചെയ്യുന്നത് ഒരു തീർത്ഥാടന സഞ്ചാരമായിട്ടല്ല, ഒരു വിനോദ യാത്രയായിട്ടുമല്ല. സ്വന്തം വീട്ടിൽ
നിൽക്കക്കള്ളിയില്ലാതെ വരുന്ന സാഹചര്യത്തിൽ അമ്മയുടെ ഉപദേശം കേട്ട് ഒരു സ്ഥിരത തേടി യാത്ര ചെയ്യുന്ന മനുഷ്യനാണ് യാക്കോബ്. യാത്രാമധ്യത്തിൽ ലൂസ് എന്ന പറയുന്ന സ്ഥലത്തെത്തി അവിടെ വിശ്രമിച്ച് സ്വപ്നം കണ്ട് ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിച്ചതിന് ശേഷം അദ്ദേഹം തലയിണയായി വെച്ചുറങ്ങിയ കല്ലെടുത്ത് നാട്ടി അതിന് ബഥേൽ എന്ന് പേരിട്ട് പറയുന്നതായിട്ടുള്ള സാക്ഷ്യവാചകമാണ്, ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോഴിക്കോട് സെൻറ്റ് പോൾസ് മാർത്തോമ ഇടവകയെ സംബന്ധിച്ച്, ഈ ദേവാലയത്തെ സംബന്ധിച്ച്, ഇവിടെ ആരാധിക്കുന്ന ആരാധകരെ സംബന്ധിച്ച് ഉള്ളിൽ തട്ടി പറയുവാനായിട്ട് സാധിക്കണം, ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. ദിസ് ഈസ് ദ ഗേറ്റ് വേ ടു ഹെവൻ. ഇത് സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ, കവാടമെന്ന് സാക്ഷിപ്പാൻ സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ യാക്കോബ് നൽകുന്ന 3 അടയാളങ്ങൾ ഹ്രസ്വമായി ഓർപ്പിച്ച് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് യാക്കോബിന് ഇപ്രകാരം പറയുവാൻ സാധിച്ചു? ഞാൻ പറയും, ഈ ബഥേൽ ഇറ്റ് വാസ് എ ന്യൂ അണ്ടർസ്റ്റാൻഡിങ് ഫോർ ജേക്കബ്. അലച്ചിലിൽ അദ്ദേഹം അനുഭവിക്കുന്ന ഒരവബോധമാണ് ഈ ബഥേലിൽ സംഭവിക്കുന്നത്. ജീവിതത്തിൻ്റെ വ്യഥകളിൽ സ്ഥിരത തേടി യാത്ര ചെയ്യുന്നതായിട്ടുള്ള യാക്കോബ് ദൈവദർശനം ലഭിച്ച ബഥേലിനെ കുറിച്ച് പറയുന്നു. അതിൻ്റെ 16-ാം വാക്യം, നിശ്ചയമായും യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം. പ്രിയരെ, ഓരോ ആരാധനയും ഓരോ കൂടിവരവും ദൈവബോധത്തിൽ ഒരു വർധന ഉണ്ടാകുവാൻ ഇടയായി തീരേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഒരു അവബോധം തന്നെയുമല്ല, ഈ ബഥേലിൽ ദൈവിക സംസർഗം അനുഭവിക്കുന്ന അവസരത്തിൽ യാക്കോബിന് ചില വാഗ്ദാനങ്ങൾ ലഭിക്കുന്നുണ്ട്, ചില ഉറപ്പുകൾ ലഭിക്കുന്നുണ്ട്. ദൈവം യാക്കോബിനോട് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നോട് കൂടെ പോരും, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാക്കും, നിന്നെ കൈവിടാതെ ഞാൻ മടക്കി വരുത്തും. വളരെ വ്യഥകളുടെ മധ്യത്തിൽ, അസ്ഥിരതകളുടെ മധ്യത്തിൽ യാക്കോബിനെ ഉറപ്പിച്ചതായിട്ടുള്ള വാക്യങ്ങളാണ് ഈ വാക്യങ്ങൾ. ആരാധനയിൽ എല്ലാ ആരാധകരും അനുഭവിച്ചറിയേണ്ടതായിട്ടുള്ള വലിയൊരു സംഗതിയാണ്. ഇന്ന് വളരെയേറെ അസ്ഥിരതകളുടെ മധ്യത്തിലാണ് നമ്മളുടെ ജീവിതം. എല്ലാം വഴുതി മാറുന്ന പരിസരങ്ങളിൽ ദ ഓൺലി ഷുവർ ഫാക്ടർ ഈസ് ദ ഡിവൈൻ ഫാക്ടർ. എല്ലാം മാറുമ്പോൾ, എല്ലാം അസ്ഥിരമാകുമ്പോൾ അവയുടെ മധ്യത്തിൽ ദൈവസാന്നിധ്യത്തെ അനുഭവിച്ചറിയുവാൻ ഇടയായിട്ട് തീരണം. സങ്കീർത്തനക്കാരൻ 34-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പറയുന്നു, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാനായിട്ട് സാധിക്കണം. അതായിരിക്കണം ഏതൊരു ആരാധനയിലും സംഭവിക്കേണ്ടത്. 2, ഈ യാത്ര യാക്കോബിന് നൽകുന്നത് ആശങ്കയിൽ നിന്നും ആശ്വാസത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഫ്രം ആങ്സൈറ്റി ടു കംഫർട്ട്. ഭയപ്പെട്ടുള്ള യാത്രയാണ്, വളരെയേറെ പ്രതിസന്ധികളിലുള്ള യാത്രയാണ്. എന്നാൽ ദൈവസാന്നിധ്യം അനുഭവിച്ച അവസരത്തിൽ അദ്ദേഹത്തിന് ആശ്വാസം ലഭിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രിയരെ, ആരാധനയിൽ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ കരുത്തു പകരുന്നതായിട്ട് മാറുവാൻ ഇടയാകണം. പള്ളിയിൽ വന്ന് ആരാധിച്ച് മടങ്ങുമ്പോൾ ഇതെത്ര ശോഭയുള്ളതാണെങ്കിലും എത്ര വിശേഷതയുള്ളതാണെങ്കിലും ആരാധകർക്ക് ആശ്വാസമായി ഭവിക്കുന്നില്ലെങ്കിൽ ആലയത്തെ സംബന്ധിച്ചുള്ള ദർശനത്തിൽ അപജയമുണ്ടെന്നുള്ളത് ഓർത്തിരിപ്പാനായിട്ട് ഇടയാകണം. വേദപുസ്തകത്തിൽ അനേകർ ആലയത്തിൽ ആശ്വാസം കണ്ടെത്തുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഹന്നായെക്കുറിച്ച് പറയുന്നു, അവൾ ആലയത്തിൽ മനോവ്യസനത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. ആശ്വാസത്തോടെ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി വന്നെങ്കിൽ ആശ്വാസത്തോടെ മടങ്ങുവാനായിട്ട് സാധിച്ചു. അനേക സൗഖ്യദായക സംഭവങ്ങൾ ആലയത്തിൽ നടക്കുന്നുണ്ട്. വരണ്ട കൈയുള്ള മനുഷ്യനെ ക്രിസ്തു സൗഖ്യമാക്കുന്നത് ആലയത്തിലാണ്. കൂനിയായ സ്ത്രീയെ നിവരുവാൻ ദൈവം അനുവദിക്കുന്നത് ആലയത്തിൻ്റെ ആരാധനയുടെ അന്തരീക്ഷത്തിലാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഭാരവുമായി വന്ന് ആശ്വാസത്തോടെ മടങ്ങുവാൻ ഭാരമിറക്കുന്ന, അത്താണിയാകുന്ന, ഇന്നലെ സൂചിപ്പിച്ചതുപോലെ പാപമേറ്റു പറഞ്ഞ് ആശ്വാസത്തെ സ്വീകരിക്കുന്ന
ഇടമായിട്ട് മാറണം. അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനി ഇന്നലെ പ്രസംഗിച്ച അവസരത്തിൽ ഗതകാല അനുഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞു, കാട്ടിപ്പൊയ് മുതൽ ഉള്ള ആളുകൾ ആരാധനയ്ക്ക് വന്നു ചേർന്ന ഇടമാണ് കോഴിക്കോട് സെൻറ്റ് പോൾസ്. അവരെ സംബന്ധിച്ച് ഇതൊരു വിശ്രമ ഇടമായിരുന്നു, അഭയസ്ഥാനമായിരുന്നു, ജീവിതത്തിൽ ശീതള ഛായ അനുഭവിച്ചതായിട്ടുള്ള ഇടമായിരുന്നു. നാം പാടാറുണ്ടല്ലോ, രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ. അത് നമ്മുടെ ഒരു അനുഭവമായിട്ട് മാറണം. ഭാരത്തോടെ വന്നു, ആശ്വാസത്തോടെ പോയി എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിൽ ഇവിടെയുള്ള ആരാധനയും ശുശ്രൂഷകളും ചിട്ടപ്പെടുന്ന അവസരത്തിൽ അത് അനുഗ്രഹമാകും എന്നുള്ളതിന് സംശയമില്ലാത്ത സംഗതിയാണ്. പലപ്പോഴും വന്നതിനേക്കാൾ ആശങ്കയിലാണ് പലപ്പോഴും മടങ്ങുന്നത്. റിട്ടേൺ ജേണി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഓൺവേർഡ് ജേണി. പള്ളിയിലേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ ആശ്വാസത്തോട് മടങ്ങുവാൻ ഇടയാകണം. 3, യാക്കോബിനെ സംബന്ധിച്ച് ബഥേൽ ഒരു ലക്ഷ്യബോധം നൽകിയതായിട്ടുള്ള ഇടമാണ്. ദിസ് വാസ് എ പ്ലേസ് ഓഫ് റിന്യൂവ്ഡ് ഫോക്കസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. വാക്യം 14 ഇപ്രകാരം ദൈവം സ്വപ്നത്തിലൂടെ യാക്കോബിനോട് അരുളി ചെയ്യുന്നു, നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത്രയും നാൾ ഉപായിയായിട്ട് ജീവിച്ചവനാണ്, സൂത്രത്തിലൂടെ അനുഗ്രഹവും ഉപജീവനവും നടത്തിയവൻ. ഇപ്പോൾ ഈ ബഥേൽ അനുഭവം ദാറ്റ് ഗേവ് ഹിം എ ന്യൂ ഡിറക്ഷൻ, എ ന്യൂ ഫോക്കസ് ഇൻ ഹിസ് ഓൺവേർഡ് ജേണി. ഈ യാത്ര യാക്കോബ് തുടരുകയാണ്. സ്വർഗത്തോളം എത്തുന്ന കോവേണിയുടെ ദൃശ്യം ലഭിക്കുന്ന അവസരത്തിൽ ആ ഒരു വലിയ മാസ്മരിക അനുഭവത്തിൽ ബഥേലിൽ കഴിയുകയല്ല, അവൻ്റെ യാത്ര തുടരേണ്ടതുണ്ട്. ഇനിയുള്ള യാത്രയ്ക്ക് യാക്കോബിനൊരു ലക്ഷ്യമുണ്ട്. ഇനിയുള്ള യാത്രയ്ക്ക് യാക്കോബിന് ഒരു ഫോക്കസ് ഉണ്ട്. ദൈവത്തെ അറിഞ്ഞവൻ ദൈവസ്നേഹം പകരുവാൻ സാധിക്കണം. ഇന്നലെ ഇവിടുത്തെ ആദരണീയനായ എം കെ രാഘവൻ സാറ് തൻ്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി കോഴിക്കോടിനെ കുറിച്ച്. കോഴിക്കോട് പട്ടണം സത്യത്തിൻ്റെ, സംഗീതത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, സിനിമയുടെ പട്ടണമാണ് കോഴിക്കോട് പട്ടണം. അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഇത് സ്നേഹത്തിൻ്റെ ഇടമായി നിരന്തരം വളരുവാൻ ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. പ്രിയരെ, വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി. ആരാധിക്കുന്നവൻ ആലയത്തിൽ നിറങ്ങുമ്പോൾ പുതിയൊരു ഉത്തരവാദിത്തോട്, പുതിയൊരു ചുമതലയോട്, ലക്ഷ്യബോധത്തോട് ആരാധനയിൽ നിന്ന് ലോകത്തിലേക്ക് ഇറങ്ങുവാനായിട്ട് സാധിക്കണം. കുടുംബത്തിൽ, അപരനിൽ, അയൽപക്കങ്ങളിൽ, പൊതു ഇടങ്ങളിൽ ഈ ഉത്തരവാദിത്വം നിർവഹിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ ഇടമായ ആലയം ദൈവസ്നേഹം പകരുന്ന ഉത്തരവാദിത്വത്തോടുകൂടി നമ്മെ അയക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം. മദർ തെരേസ ഇപ്രകാരം പറയുകയുണ്ടായി, ദ ഫ്രൂട്ട് ഓഫ് സൈലൻസ് ഈസ് പ്രെയർ, ദ ഫ്രൂട്ട് ഓഫ് പ്രെയർ ഈസ് ഫെയ്ത്ത്, ആൻഡ് ദ ഫ്രൂട്ട് ഓഫ് ഫെയ്ത്ത് ഈസ് ലവ്. അങ്ങനെയെങ്കിൽ വിശ്വാസ സമൂഹം വിശ്വാസത്തിൽ വളരുമ്പോൾ, ആരാധനയ്ക്ക് ഒരുമിച്ച് ചേർന്ന് ആലയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ കൈവഴികളായി പരിസരങ്ങളിൽ ശുശ്രൂഷ നിർവഹിപ്പാൻ ദൈവം സഹായിക്കട്ടെ. നമുക്കും യാക്കോബിനെ പോലെ പറയാം, ഈ പുതിയ ദേവാലയം ഇത് എത്ര മനോഹരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ. അത്തരത്തിലുള്ള അനുഭവങ്ങളിലേക്ക് വളരുവാൻ ദൈവത്തിൻ്റെ കൃപ കോഴിക്കോട് സെൻറ്റ് പോൾസ് മാർത്തോമ ഇടവകയെയും ഈ ദൈവാലയത്തെയും ഇവിടെ നടക്കുന്ന ആരാധനാ അനുഭവങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഞങ്ങൾക്ക് ഈ പുതിയ ദേവാലയത്തിൽ ഒരുമിച്ച് ചേർന്ന് വന്ന് വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ ഇടയാകുന്നതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആരാധനയിൽ വ്യാപരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ആരാധന നിന്നെ കൂടുതലായിട്ട് അറിയുവാനും, കർത്താവെ, ഞങ്ങളുടെ കലങ്ങിയ മനസ്സുകൾക്ക് ആശ്വാസം ലഭിപ്പാനും, ദൈവസ്നേഹത്തിൻ്റെ ചാലകങ്ങളായി ലോകത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനിക്കായിട്ട് സ്തോത്രം. സഹകാർമ്മിത്വം വഹിക്കുന്ന അഭിവന്യ മക്കാറിയോസ് തിരുമേനിക്കായിട്ട് സ്തോത്രം. സന്നിഹിതരായിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും ഏൽപ്പിക്കുന്നു. ശേഷം ശുശ്രൂഷകളിലും അവിടുത്തെ സാന്നിധ്യം കൂടിയിരിക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കരുണയോടെ കേൾക്കണമേ. ആമേൻ.